ആലപ്പുഴയിലെ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണത്. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി ആണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയെ പുറത്തെടുത്തത്. അശ്വിൻ ബാലാഴി അവിടെ എത്തിയിട്ടുണ്ട്. അശ്വിൻ, എന്താണ് അവിടുത്തുകാർ പറയുന്നത്? എങ്ങനെയാണ് ആ അപകടം ഉണ്ടായത്? അശ്വിൻ, അശ്വിനെ കേൾക്കാവോ? കാർ അവിടെ അങ്ങനെ കിടക്കുകയാണ്, ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ. അത് ഈ അപകടത്തിലും തത്തമ്പള്ളി സ്വദേശിയായ ഒരാൾ മരിച്ച ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. കനാലിലേക്ക് കാർ മൂക്കുകുത്തി അങ്ങനെ വീണ് കിടക്കുകയാണ്. ഒരു പക്ഷേ ആ റോഡിൽ നിന്ന് ആ ഒരു വളവാണത്. ആ വളവിൽ ഒരു പക്ഷേ നിയന്ത്രണം വിട്ട് ഇങ്ങോട്ടേക്ക് മറിയാനൊക്കെയാണ് സാധ്യത. മഴ ആണ്, അപ്പോൾ ഇത് അമിത വേഗത ഉണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മഴയത്ത് റോഡൊക്കെ തെന്നിക്കിടക്കുന്ന അവസ്ഥ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പെയ്യുന്ന മഴയിലാണെങ്കിൽ ശക്തമായ മഴയാണ്. അപ്പോൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ തന്നെ നമുക്കറിയാം, പകല് ഉച്ചയ്ക്കൊക്കെ പെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കാണാതെയോ, മുന്നിലുള്ളത് ഒന്നും കാണാതെയോ, അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ എന്നുള്ള. അശ്വിൻ ബാലാഴുണ്ട്. അശ്വിൻ, അതൊരു വളവാണ്. വളവിൽ മാത്രമല്ല കനാലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ഒരു വേലിയ ഒന്നും ഇല്ല താനും. അപ്പോൾ അങ്ങനെ ആ വളവിൽ നിയന്ത്രണം വിട്ട് മുങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലേ അശ്വിൻ? അതാണ് ഹാഷ്മി, സ്മിത, ഏറ്റവും ഗുരുതരമായ ഇവിടുത്തെ പ്രശ്നം. വലിയൊരു വളവാണ്. നമുക്കറിയാം, അവിടെ നിന്ന് ഈ കാറ് മറിഞ്ഞ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ഈ റോഡും ഒപ്പം ഈ കനാലും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ഒരു മതിലോ ഒരു കമ്പിയോ അങ്ങനെ ഒരു വേർതിരിവും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടുന്ന മറ്റൊരു പ്രശ്നം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാർ നിയന്ത്രണം വിട്ട സമയത്ത് അതിൽ ഇടിച്ച് നിന്നേനെ എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം, ഒരു തടസ്സവും ഇവിടെ ഇതുവരെ നിർമ്മിച്ചില്ല. ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഞാനിന്നലെ ഒരു ഒന്നേ കാലമായപ്പോഴത്തേക്ക് രാത്രി വരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കൈ കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ചേട്ടാ, വണ്ടി വെള്ളത്തിൽ പോയി ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇത് കണ്ടത്. പിന്നെ അപ്പം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു. അവർ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇതിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേര് നീന്തി കരക്ക് കയറി. രണ്ടാമത് ഇവർ പോയി അകത്തുള്ള മറ്റേ ഇപ്പം മരിച്ച എന്ന് പറയുന്ന ആളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോവുക ചെയ്തു. ആളെ കയ്യിൽ കിട്ടിയിരുന്നു. ആളെ കൈ കിട്ടിയിട്ട് ശക്തമായ മഴയെ ഒഴുക്കുമായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് എടുത്തതും പോലീസും ഒക്കെ എത്തിയിരുന്നത്. അവര് എന്താ പറഞ്ഞത്? നിയന്ത്രണം വിട്ടെന്നാണോ? വണ്ടി ഓടി വന്ന് മഴയത്ത് വളവ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ അപകടമല്ല ഇത് ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഒരു 25 വർഷത്തിനിടയ്ക്ക് കുറഞ്ഞത് ഒരു 10, 100, 150 വണ്ടിക്ക് വേണ്ടി ഇവിടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ ഈ റോഡ് ചെയ്തവരോ നിങ്ങൾ തന്നെ നോക്കൂ, PWD റോഡാ, ഇതൊരു ഡിവൈഡറോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടോ? എപ്പോൾ പറഞ്ഞാലും ഇതൊരു ടൂറിസം പ്ലേസ് കൂടാ. ഇത് വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഞങ്ങളെല്ലാം വ്യവസായത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അതാണ് കാശ്മീർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു ദുഃഖ വാർത്ത കൂടിയുണ്ട്. അതായത് ഈ മരിച്ച ബിജോയുടെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ ദിനത്തിൽ ആണ് ബിജോയുടെ മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതൊരു വേദനാജനകമായ കാര്യം കൂടിയാണ്. 2 പേർക്ക്, അതായത് രക്ഷപ്പെട്ട 2 പേർക്ക് വലിയ പരിക്കുകളില്ല. അവരിപ്പോൾ ഈ ബിജോയുടെ മൃതദേഹം ഉള്ള ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കാർ നമുക്കറിയാം, ഇത് ഇന്നലെ പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ചേട്ടനടക്കം എത്തിയാണ് ഇതിനുള്ളിൽ നിന്ന് അകത്ത് ഉൾപ്പെട്ടു പോയ ബിജോയെ രക്ഷിച്ചത്. മറ്റ് 2 പേർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പുലർച്ചെ 1:15 സമയമാണ്. മറ്റ് അധികം ആളുകളോ വാഹനങ്ങളോ ഒന്നും ഇല്ലാത്ത സമയം കൂടിയാണ്. ഈ ചേട്ടൻ ഇന്നലെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ പോകുന്ന വഴിയാണ് ഈ സംഭവം കാണുന്നത്. ഇവിടെ എത്തി ഈ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയതും ബിജോയെ ഒരു തവണ കയ്യിൽ കിട്ടിയെന്ന് പറയുന്നു. പിന്നീട് അവിടെ നിന്ന് വഴുതി വീണാണ് ബിജോ മരണത്തിലേക്ക് വീഴുന്നത് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം. എന്തായാലും അതോടൊപ്പം അശ്വിൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് പിറന്നാളാണ്, ജന്മദിനമാണ്. ആ ദിവസത്തിൽ തന്നെ വീട്ടിലുള്ളവരുടെ ഒരു അവസ്ഥ നമുക്ക് വല്ലാതെ വേദനയാണ്. പിന്നെ ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കാലങ്ങളായി ആവശ്യപ്പെടുന്നു ആ ഒരു പ്രശ്നം പരിഹരിക്കണം. നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാം, ഒട്ടും സുരക്ഷിതമല്ല. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പറയുന്നതാണ്, മഴക്കാലമാണ്, നമുക്ക് മുന്നിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞ വണ്ടി ഓടിക്കാൻ. അങ്ങനെ വണ്ടി ഓടിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പരമാവധി 50 കിലോമീറ്റർ വേഗതയിൽ ഇനി എത്ര റോഡ് ഫ്രീ ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞാലും ഓടിക്കാതിരിക്കുക. ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ എത്രത്തോളം വേഗത കുറയുന്നു അത്രത്തോളം അപകട സാധ്യത കുറയും എന്നുള്ളതാണ് വസ്തുത, സത്യം.